ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കൊരു ആലിയ കട്ട് കുർത്തി കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലൊരു വെറൈറ്റി ഉണ്ട്. താഴെ ഒരു ഫ്രില്ലൂടെ പിടിപ്പിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യമായിട്ട് അന്നേരം നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ റയോൺ റിങ്കിളിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 2.5 മീറ്റർ മെറ്റീരിയൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് 58 ഇഞ്ച് വീതിയുടെ മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. യോക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ അളവിൽ ഇതുപോലെ മടക്കിയിടാം. എത്രയാണോ വേണ്ട അത് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അളവെടുക്കാം. ആദ്യം നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് ഷോൾഡർ എത്രയാണോ അത് അടയാളപ്പെടുത്തി, അതിനുശേഷം താഴേക്ക് കൈക്കുഴി എത്രയാണോ അത് അടയാളപ്പെടുത്തി, അതിനുശേഷം ബ്രസ്റ്റും ഷേപ്പും നമുക്കിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം കൈക്കുഴിയുടെ അവിടെ മുകളിലേക്ക് ഇതുപോലെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് സെൻറ്ററും അടയാളപ്പെടുത്തി ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഷേപ്പും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് ഷേപ്പിനും ഒരു താഴേക്ക് ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ള് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടാണ് ഇവിടെ കട്ട് ചെയ്യാനുള്ളത്. ഫ്രണ്ടിലാണ് നമ്മൾ ആലിയ കട്ടിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കാനുള്ളത്. ആലിയ കട്ടിന് നമ്മൾ പ്രത്യേകം കട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ മാത്രമാണ്. ആദ്യം നമുക്ക് കൈക്കുഴി ഇതുപോലെ ഉള്ളിലേക്കൊന്ന് വളച്ച് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ വീനെക്കാണ് എടുക്കുന്നത്. ആലിയ കട്ടിന് വീനെക്കാണ്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്നും സൈഡിലേക്ക് ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്തു. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ള് നമ്മൾ വരച്ച ഭാഗങ്ങളെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് പാർട്ട് ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നത്. ഇതാണ് ആലിയ കട്ടിന് നമ്മൾ ചരിച്ചാണ് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്ക് പാർട്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് എത്രയാണോ വേണ്ടത് അതും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണ് ഇതുപോലെ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിതുപോലെ 2ആയിട്ട് മടക്കിയതിന് ശേഷം ഒന്നുകൂടി മടക്കി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി അത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഇതുപോലെ നമുക്ക് ഫുള്ള് കട്ട് ചെയ്യാം. ആദ്യം 10 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് 4 ഇഞ്ച് താഴേക്കും അടയാളപ്പെടുത്തി താഴ്വശത്തെ ലെങ്തും അടയാളപ്പെടുത്തി ഇതുപോലെ ചരിച്ച് വരച്ച് സ്ലീവും വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സ്കർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. സ്കർട്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2ആയിട്ട് മടക്കി ഇതുപോലെ ലെങ്ത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് വെട്ടുന്നത്. ഇവിടെ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ടിലത്തെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി. അതുപോലെ ഇതുപോലെ സ്കർട്ട് പാർട്ടിലും 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബാക്ക് പാർട്ട് ഇട്ടു. ബാക്ക് പാർട്ട് ഇട്ട് കൊടുക്കുമ്പോൾ സൈഡത്തെ രീതിയിൽ വേണം നമ്മൾ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം താഴ്ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിനി കട്ട് ചെയ്യാനുള്ളത് ഇത് താഴെ ഒരു ഞൊറു പിടിപ്പിക്കുന്നുണ്ട്. അതിനുള്ള പീസാണ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ഉള്ളത് അത് ഫുള്ളെടുക്കാം. അതിനുശേഷം നമുക്ക് ലെങ്ത് ഒരു 10.5 എടുത്തിട്ടുണ്ട്. ലെങ്ത് 10.5 നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ആ 10.5 ഫുള്ള് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കട്ടിങ്ങിൻ്റെ വീഡിയോ. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണുള്ളത്. ഇത് ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുന്നത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് താഴെ പിടിപ്പിക്കാനാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്യാം. അതിന് യോക്ക് പാർട്ടിലെ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്താം. വി നെക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. വി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരുമ്പോഴത്തേക്കും ഒന്ന് കുത്തി നിർത്തി പിന്നെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് വീണ്ടും മുകളിലേക്ക് വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ടത് അടിച്ചു മറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് ഇതുപോലെ നമുക്ക് റൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ റൗണ്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത്
ഇതുപോലെ കുറച്ച് പൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലത്തെ പാർട്ട് മാത്രം ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഷോൾഡർ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അത് ഇതുപോലെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. 2 സ്ലീവും ഞാൻ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി യോക്ക് പാർട്ടും സ്കർട്ട് പാർട്ടും കൂടെ കൂട്ടി അടിക്കാനാണുള്ളത്. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം സ്കർട്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിലെ യോക്ക് പാർട്ടും ഇതുപോലെ വെച്ച് നമുക്ക് ഞൊറൂട്ടെടുക്കാം. സെൻറ്റർ ഭാഗം രണ്ടിൻ്റെ ഒരുപോലെ വരണം. പിന്നെ ഞൊറൂട്ടെടുത്ത് വരുമ്പോഴത്തേക്കും രണ്ടിൻ്റെ സെൻറ്റർ ഭാഗം വരാൻ പാകത്തിന് വേണം നമ്മൾ ആ ഭാഗത്തിന് വേണം ഞൊറൂട്ടെടുക്കാനായിട്ട്. ഇതുപോലെ ഞൊറൂട്ട് ഫുള്ള് നമുക്ക് ഞൊറൂട്ടെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമുക്ക് ഞൊറൂട്ടെടുക്കാം. ബാക്കും ഫ്രണ്ടും ഞൊറൂട്ടെടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ കൂട്ടിയടിക്കാം. ഇതുപോലെ വെച്ച് നമുക്ക് ഷോൾഡർ രണ്ടും അടിച്ചെടുക്കാം. ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് നെക്കാണ് തിരിച്ച് അടിച്ച് മറിച്ചെടുക്കേണ്ടത്. ഇതുപോലെ മറിച്ച് അടിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്ക് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെറ്റീരിയൽ ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് സ്ലീവും വെച്ച് ഇതുപോലെ വെച്ച് സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് 2 സൈഡാണ് അടിക്കാനുള്ളത്. ഇതുപോലെ സ്ലീവിൻ്റെ അറ്റത്ത് നിന്ന് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന താഴെ ഞൊറിയിടാൻ വെച്ചിരുന്ന ആ മെറ്റീരിയൽ എടുത്ത് 2 പീസാണുള്ളത്. ആ 2 പീസും കൂടി കൂട്ടി അടിച്ചെടുക്കാം. നമുക്ക് ആ 2 പീസിൻ്റെ 2 സൈഡും നമ്മൾ ഇതുപോലെ കൂട്ടി അടിച്ചെടുക്കുക. 2 സൈഡും കൂട്ടി അടിച്ചതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഈ മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ആ മെയിൻ പാർട്ട് വെച്ചതിന് ശേഷം ആ ഞൊറിയിടാനുള്ള മെറ്റീരിയൽ നമുക്കിതുപോലെ ഫുള്ള് ഞൊറിയിട്ടെടുക്കാം. ചുറ്റിനും നമുക്കിതുപോലെ തന്നെ ഞൊറിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് താഴ്ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കിയടിക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ആലിയ കട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്.